രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ ഒരു പരാതി പോലും ഇല്ലാതിരുന്ന സാഹചര്യത്തിലാണ് കോൺഗ്രസ് പാർട്ടി ഒരു തീരുമാനമെടുത്തത്, പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്ത് പുറത്താക്കിയത്. ഒരു പരാതി പോലും ഇല്ലാത്ത ഒരു സാഹചര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. എത്രത്തോളം സ്ത്രീപക്ഷ നിലപാടാണ് കോൺഗ്രസ് പാർട്ടി ഉയർത്തിയത്. അതൊക്കെ പിന്നീടുള്ള കാര്യങ്ങൾ. ഏറ്റവും ആദ്യം നടന്ന കാര്യം ഞാൻ പറയട്ടെ, ഇവിടെ മന്ത്രിയുടെ ഭാര്യ തന്നെ നിന്ന് പറയുകയാണ്, കേരളത്തിന്റെ മുന്നിലേക്ക് പറഞ്ഞു കഴിഞ്ഞു. അത് അങ്ങനെയാണെങ്കിൽ പിന്നീട് ഒരു പരാതിക്കാരിയെങ്കിലും ഈ രാഹുൽ മാങ്കൂട്ടം കേസിൽ ഉണ്ടായി. ഇവിടെ അവര് വ്യക്തമാക്കി കഴിഞ്ഞു, ഞാൻ ഇനി പരാതിയില്ല, എനിക്ക് പരാതിയില്ല എന്ന് അവർ പറഞ്ഞു കഴിയുമ്പോൾ ലീഗൽ ബാറ്റിലിന്റെ ഒരു സാധ്യത അവിടെ അവസാനിക്കുകയല്ല. അല്ലെങ്കിൽ ലീഗൽ ബാറ്റിൽ ഒരു സാഹചര്യം അവസാനിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം. ഞാൻ പറയട്ടെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തിനാണ് IPC അല്ലെങ്കിൽ CRPC അല്ലെങ്കിൽ ഭാരതീയ ന്യായ സംശയം അല്ലെങ്കിൽ പോലീസ് ആക്ട് ഒക്കെ എന്തിനു വേണ്ടിയാണ്? എല്ലാവരും ഒരു കാര്യം നടക്കുന്നു, ഞാൻ മാപ്പ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ തീരുമോ അങ്ങനെ ഒരു പ്രശ്നം? അവിടെ ഉണ്ടായ കാര്യങ്ങളെ കുറിച്ച് കൃത്യമായ ഒരു അറിയേണ്ട ഒരു കാര്യം, അന്വേഷിക്കേണ്ട കാര്യം ഒരു സ്ത്രീ വന്ന് പറഞ്ഞല്ലോ. എന്നെ അതിനെന്താ? അപ്പൊ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ മാപ്പ് പറഞ്ഞാൽ, ഇനി കേരളത്തിൽ അങ്ങനെയാണോ? എന്തെങ്കിലും തെറ്റ് നടന്നു കഴിഞ്ഞാൽ മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പോലീസ് അനങ്ങില്ലേ? പോലീസിന് ഒരു ഇത് 112 വിളിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പോലീസ് അവിടെ വന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒരു സഹായവും ചെയ്തില്ല. ആ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും ഈ മന്ത്രിക്കെതിരെയും ആ പേഴ്സണൽ സ്റ്റാഫിനെതിരെയൊക്കെ നടപടി സ്വീകരിക്കണം എന്ന് തന്നെയാണ് നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് DGPക്ക് നൽകിയ പരാതിയിൽ. ഇത് എന്തൊരു വെള്ളരിക്ക പട്ടണമാണിത്. ഇവിടെ എന്ത് വേണമെങ്കിലും നടന്നു കഴിഞ്ഞിട്ട് മാപ്പ് സിനിമ സ്റ്റൈലിലായതുകൊണ്ട് എന്ത് വേണമെങ്കിലും സിനിമ സ്റ്റൈലിൽ ചെയ്യാലോ. മാപ്പ് പറയുന്നതൊക്കെ വളരെ ഇമോഷണലായി ചെയ്യാം. പക്ഷെ ഒരു സംഭവം നടന്നോ നടന്നില്ലേ, ആ നടന്നതിന്റെ എന്താണ് കാര്യം എന്നുള്ളത് പോലീസ് അന്വേഷിക്കണ്ടേ? DGP അന്വേഷിക്കണ്ടേ? ആഭ്യന്തര വകുപ്പ് അതിന് നേതൃത്വം കൊടുക്കണ്ടേ? മുഖ്യമന്ത്രി അതിന് പറയണ്ടേ? സ്ത്രീ സുരക്ഷ എന്ന് പറഞ്ഞു വാചാലമായി എല്ലായിടത്തും അവൾക്കൊപ്പം ലവ് യു ടു ദ മൂൺ ആൻഡ് ബാക്ക് എന്നൊരു കപ്പ് പിടിച്ച് മുഖ്യമന്ത്രി ഇരിക്കുന്നു. അവിടെ ഇങ്ങനെയാണോ അവൾക്കൊപ്പം എന്ന് പറഞ്ഞ് തട്ടി നടക്കാൻ വയ്യ KSRTC ബസ്സും ഹോർഡിങ്സും കൊണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ മന്ത്രിയുടെ ഭാര്യ ഇന്നലെ പറഞ്ഞ ആ ഒരു ഇമോഷൻ, ആ കാര്യങ്ങൾ, അതിനെ നിസ്സാരവൽക്കരിക്കാനുള്ള ശ്രമമാണ് CPM കൈകൊള്ളുന്നതെങ്കിൽ CPI ഉൾപ്പെടെയുള്ളവർ ഇന്നലെ പ്രതികരിച്ചത് എന്താണ്? അവരുടെ പ്രതികരണം എന്തായിരുന്നു? CPM ഈ കാര്യത്തിൽ ഒരു അപ്രോച്ച് എടുക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഒരു പ്രത്യേകമായ സമീപനവുമാണത്. അതായത് എല്ലാത്തിനെയും കൂടെ നിസ്സാരവൽക്കരിക്കുക, മിണ്ടാതിരിക്കുക, പ്രതികരിക്കാതിരിക്കുക. അങ്ങനെയാണ് ഇത് ആലോചിക്കേണ്ട ഒരു കാര്യം. മുഖ്യമന്ത്രിയുടെ വാക്ക് തന്നെ വർഷങ്ങൾക്ക് മുമ്പുള്ളത് ഇന്നലെ എല്ലാ മീഡിയയും കാണിച്ചാണ്. നാണവും മാനവും ഇല്ലാത്തവരോട് എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം എന്ന് ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രിയായപ്പോൾ ശ്രീ പിണറായി വിജയന്റെ വാക്കുകൾ കേരളം ഇപ്പോൾ ഒന്നുകൂടി ഇന്നലെ ഓർമ്മിപ്പിച്ചതാണ്. അതുകൊണ്ട് ഇതില് മാപ്പ് പറഞ്ഞ് ഇതിനെ ഒന്ന് ഒതുക്കി തീർക്കാനുള്ള ഒരു തരത്തിലുമുള്ള കാര്യവും നടക്കുന്നതല്ല. DGPക്ക് ഉൾപ്പെടെ ഞാൻ പരാതി നൽകി. ബലാത്സംഗ കേസുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ തിരക്കിട്ടിട്ടുള്ള ഒരു പ്രതികരണമാണ് നടത്തിയത്. അത് CPM പിന്നീട് ആയുധമാക്കുകയും ചെയ്തു. കോൺഗ്രസിന് അത് തിരിച്ചടിയായി വരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്ന കാര്യങ്ങളോട് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു കാര്യമായി അതിനെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. കോൺഗ്രസ് വളരെ കൃത്യമായൊരു നിലപാട് സ്വീകരിച്ചതാണ്. ആ കാര്യത്തിൽ നിങ്ങൾ അതും മനസ്സിലാക്കണം. എത്ര പെട്ടെന്നാണ് കോൺഗ്രസ് ഇപ്പോഴൊരു മന്ത്രിസഭയിൽ ഈ മന്ത്രിയെ വെച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. പുറത്താക്കണ്ടേ? ആ നിമിഷം പുറത്താക്കണ്ടേ? എവിടെ പോയി ആവേശം? അത് ഏതെങ്കിലും ഒരാൾ വന്ന് പറഞ്ഞതായിരുന്നെങ്കിൽ വേണമെങ്കിൽ അങ്ങനെ പറയുമായിരുന്നു. ഇത് സ്വന്തം ഭാര്യ തന്നെയല്ലേ പറഞ്ഞത്. ഇപ്പോൾ ഏതൊക്കെയോ സമ്മർദ്ദത്തിന്റെ പുറത്ത് പറഞ്ഞത് മാപ്പ് പറഞ്ഞതുകൊണ്ട് അംഗീകരിക്കുന്നു. പക്ഷെ ഞങ്ങൾ പറയുന്ന പോയിന്റ്, ഒരു മാപ്പ് പറഞ്ഞതുകൊണ്ട് തീരുന്നതല്ല ഈ പറഞ്ഞ വിഷയങ്ങൾ. ഇതെല്ലാം അന്വേഷിക്കേണ്ടതുണ്ട്, ശിക്ഷിക്കപ്പെടേണ്ടവർ ശിക്ഷിക്കേണ്ടതുണ്ട്. മന്ത്രിസ്ഥാനമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ കേരളത്തിലെ കുട്ടികൾ എന്ത് കണ്ടു പഠിക്കണം? ഒരു മന്ത്രിയെക്കുറിച്ച് മന്ത്രിയുടെ ഭാര്യ പറയുകയാണ്, ഒരിക്കലും കാണാൻ പാടില്ലാത്ത മോശമായ ഒരു കാര്യമാണ് കണ്ടത് എന്ന് വരെ പറയുന്നു. മന്ത്രിയുടെ സ്റ്റാഫ് ആക്രോശിച്ചുകൊണ്ട് മന്ത്രിയുടെ ഭാര്യയിൽ നിന്ന് ഫോൺ തട്ടിപ്പറിക്കാൻ ശ്രമിക്കുന്നു. ഇതൊക്കെയാണോ ഒരു റോൾ മോഡൽസ് ആകേണ്ട ഭരണത്തിൽ ഇരിക്കുന്ന ഭരണകർത്താക്കൾ
കേരളത്തോട് തലമുറകളോടൊക്കെ പറയേണ്ടതും കാണിക്കേണ്ടതും ഇതാണോ? ശക്തമായി ഇതിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവും. ഒരു തരത്തിലുള്ള സെറ്റിൽമെന്റിനും കോംപ്ലിമെന്റ്സ് ആക്കാനും മുഖ്യമന്ത്രി ശ്രമിക്കേണ്ട. മുഖ്യമന്ത്രി ഇതിൽ രാജി ആവശ്യപ്പെടണം, പുറത്താക്കണം എന്നുള്ളതിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു.